ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം ഉയർപ്പ് കാലം 3-ാം ഞായർ 2024 ഏപ്രിൽ 14. ഇന്നത്തെ ലേഖന വായന പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 7 മുതൽ 16 വരെയാണ്. അതിൽ 8, 9, 10 വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്. അവൻ യേശു തടവുകാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. സങ്കീർത്തനം 68:18 പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൗലോസ് ആ തിരുവചനം എടുത്തെഴുതുകയാണ്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് എല്ലാ സ്വർഗങ്ങൾക്കുമുപരി കയറിയവനും ആകുന്നു. നമ്മൾ പഴയ നിയമത്തിൻ്റെ പതിപ്പ് നോക്കിയാൽ, നമുക്ക് പരിചയമുള്ള പതിപ്പുകൾ നോക്കിയാൽ ഈ അവൻ തടവുകാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു എന്ന് അതുപോലെ തന്നെ കാണണമെന്നില്ല. കാരണം അരാമിയ സുറിയാനി പതിപ്പുകളിലെ വചനങ്ങളാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഈ അരാമയ പതിപ്പ് അന്ന് നിലനിന്നിരിക്കണം. സുറിയാനി പതിപ്പ് അന്നുണ്ടോ നമുക്കറിയില്ല. ഇനി ഇല്ലെങ്കിൽ തന്നെയും ആ പാരമ്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പറയുന്നൊരു സംഗതിയാണ്, ഈ സഭയിൽ വിശുദ്ധ പാരമ്പര്യം നിലനിന്നിരുന്നു. അതിൽ നിന്ന് ഏതാനും സംഗതികളാണ് എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സോള സ്ക്രിപ്തൂര, ബൈബിൾ മാത്രം എന്ന്, എഴുതപ്പെട്ട വചനം മാത്രം എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തോട് നമുക്ക് വിയോജിപ്പുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുകയല്ല. മാത്രമല്ല, പണ്ട് ദൃക്സാക്ഷികളുടെ വിവരണത്തിനാണ് എഴുതി വെച്ച രേഖകളെക്കാൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ദൃക്സാക്ഷികളുടെ വിവരണം അത് പലപ്പോഴും ആവർത്തിച്ച് വാമൊഴിയായിട്ട് വിശുദ്ധ പാരമ്പര്യം നിലനിന്നിരുന്നു. അങ്ങനെ സുറിയാനി പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന വചനമാണ് സങ്കീർത്തനം 68:18 ആ വചനമാണ് പൗലോസ് ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വാക്കിനെ കുറിച്ചാണ്. എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി, ഫാർ ബിയോണ്ട് ദ ഹയസ്റ്റ് ഹെവൻസ്. അങ്ങനെയാണ്. ചിലപ്പോൾ സ്വർഗാദി സ്വർഗത്തിന് മീതെ എന്ന് തർജ്ജമ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം, അതൊരു സംസ്കൃത സ്വാധീനമുള്ള വാക്കാണ്. കയറുക മലയാളം, ആരോഹണം സംസ്കൃത സ്വാധീനമുള്ള മലയാളം വാക്ക്. അപ്പോൾ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവൻ, അല്ലെങ്കിൽ എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി കയറിയവൻ, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവൻ എന്നൊക്കെയാണ് അവിടെ കാണുന്നത്. അതായത് എല്ലാ സ്വർഗങ്ങൾ, അതിനുമുപരി സ്വർഗങ്ങൾ ബഹുവചനം, അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗം, ദ ഹയസ്റ്റ് ഓഫ് ദ ഹെവൻസ്, അതായത് സ്വർഗങ്ങളിൽ ഏറ്റവും ഉന്നതമായത്, ഏറ്റവും ഉപരിയായത്, ഏറ്റവും മീതയുള്ളത്. അപ്പൊ ഇങ്ങനെ പല സ്വർഗങ്ങളുണ്ട് എന്നും എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി അവൻ കയറി എന്നും ഒരു സൂചന അവിടെയുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ സോളമന്റെ പ്രാർത്ഥന, ദേവാലയം പണിത് കഴിഞ്ഞിട്ട് സോളമൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, 1 രാജാക്കന്മാർ 8-ാമത്തെ അധ്യായം 27-ാം വാക്യം. ഇതെല്ലാം പണിത് കഴിഞ്ഞപ്പോൾ വളരെ ജ്ഞാനിയായ ശലോമോൻ ദൈവത്തോട് പറയാണ്, എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? സ്വർഗാദി സ്വർഗത്തിലും അങ്ങയെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അങ്ങയെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? അങ്ങ് ഉൾക്കൊള്ളുമോ? അങ്ങയെ അടക്കിയിരുത്താൻ പറ്റുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗാദി സ്വർഗത്തിനും കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ആലയത്തിൽ അങ്ങയെ ഉൾക്കൊള്ളുന്നത് എങ്ങനെ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹെവൻസ് ഓഫ് ദ ഹെവൻസ്, സ്വർഗങ്ങൾ, പിന്നെ സ്വർഗങ്ങളുടെ സ്വർഗങ്ങൾ. അപ്പൊ ചിലപ്പോൾ നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ സ്വർഗങ്ങളുടെ സ്വർഗങ്ങൾ എന്നതിനെ ഹയസ്റ്റ് ഹെവൻസ്, സ്വർഗാദി സ്വർഗം എന്ന് പറയും. മറ്റൊരു തിരുവചനം നമ്മൾ യേശു കുരിശിൽ കിടന്ന് പറയുന്നതാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഈ പശ്ചാത്തപിച്ച കവർച്ചക്കാരനോട് യേശു പറയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പറുദീസ് എന്ന വാക്ക് പല അർത്ഥത്തിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഒരർത്ഥം പൗലോസ് പറയുന്നത് 3-ാം സ്വർഗം എന്നാണ്. 2 കൊറിന്തോസ് 12 1 മുതൽ 3 വാക്യങ്ങളിൽ 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരുത്തൻ, അത് പറുദീസ എന്ന വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. പറുദീസ് എന്ന വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. 3-ാം സ്വർഗത്തിനും ഈ
പറുദീസ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ആ പറുദീസ എന്ന് പറയുന്നത് 3-ാം സ്വർഗമാണെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കുക. ഇല്ലേ, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി പല സ്വർഗങ്ങളുണ്ട് ഉള്ളതുപോലെ പിന്നെ സ്വർഗാതി സ്വർഗം, ഇല്ലേ, എല്ലാ സ്വർഗങ്ങളിലും ഏറ്റവും അറ്റത്തെ ഏറ്റവും ഉന്നതമായ സ്വർഗം 3-ാം സ്വർഗം. ഇനി ഒരു തിരുവചനം കൂടി നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 20:17. യേശു മഗ്ദല മറിയത്തോട് പറഞ്ഞു, ഉത്തിതനായ കർത്താവ് മഗ്ദല മറിയത്തോട് പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്തരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കലേക്ക് കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്റെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പൊ യേശു പറയുമ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സൂചനയുണ്ട്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കലേക്ക് കയറിയിട്ടില്ല. അപ്പൊ അവൻ ഉത്ഥാനം ചെയ്ത് എവിടേക്കാ? യേശു ഉത്ഥാനം ചെയ്തു. എവിടേക്കാണ് ഉത്ഥാനം ചെയ്തത്? പിതാവിന്റെ അടുക്കലേക്ക് കയറിയിട്ടില്ല. ഇനി ഒരു വചനം കൂടി നോക്കുക. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യോഹന്നാൻ 3:13 നിക്കോദെമോസിന്റെ കർത്താവ് പറഞ്ഞതാ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഈ തിരുവചനങ്ങളെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സ്വർഗം, 3-ാം സ്വർഗം, സ്വർഗാതി സ്വർഗം, അതിന് 7-ാം സ്വർഗം എന്നൊക്കെ പറയും. ഈ തിരുവചനങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല, ഇപ്പം ഞാൻ യൂറോപ്പിലാണ്. 10-13 രാജ്യങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടുതലായിട്ടും താമസിക്കുന്നത് പോളണ്ടിലാണെങ്കിലും ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ആ രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിരുന്ന കാര്യങ്ങൾ മനസ്സിലാകുമോ? ഇല്ല. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകാം. എന്തിനു പറയുന്നു? നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് പറയുന്ന കാര്യം തൃശ്ശൂർ പറഞ്ഞാൽ മനസ്സിലാകുമോ? ഭാഷയും മനസ്സിലാക്കണമെന്നില്ല, സംഗതി മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾക്കറിയാലോ, ഈ വിമോചന സമരക്കാലത്ത് 7 പേര് മരിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഈ സമരക്കാർ വരികയാണ്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പാലക്കാരനായിരുന്നു. അവൻ മേലുദ്യോഗസ്ഥൻ മറ്റേ താഴെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പള്ളക്ക് വെടിവെക്കാൻ പറഞ്ഞു. പള്ള എന്ന് പറഞ്ഞാൽ പാലായിൽ വേലിയാണ്. വേലി, പള്ള. തൃശ്ശൂരൊക്കെ വേലി എന്ന് പറയില്ലേ? അതായത് ആകാശത്തേക്ക് വെടിവെക്കുന്നവരെ പള്ളക്ക് വെടിവെക്കുക. ഈ വരുന്നവരെ സമരക്കാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ തൃശ്ശൂരുള്ള പോലീസുകാരൻ പള്ളക്ക് വെടിവെക്കുന്ന, പള്ള എന്ന് പറഞ്ഞാൽ വയറ്റത്താണ്, വയറ്. അവൻ വയറത്ത് വെടിവെച്ചു. 7 പേര് മരിച്ചു. വിമോചന സമരകാലത്ത് 7 പേര് മരിച്ചതുണ്ട്. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. പക്ഷെ ഇങ്ങനെ സംഗതി ഉണ്ടായി. പള്ള എന്ന് പാലായിൽ പറഞ്ഞാൽ തൃശ്ശൂരുള്ള വേലിയാണ്. തൃശ്ശൂര് പള്ള എന്ന് പറഞ്ഞാൽ വയറാണ്, ഉദരം. അപ്പം അങ്ങനെ ഭാഷ. അപ്പം പാലായിൽ പറയുന്ന ഒരു വാക്ക് നമുക്ക് തൃശ്ശൂര് മനസ്സിലാക്കണമെന്നില്ല. അപ്പം നമ്മൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്തുമാത്രം എന്താ പറയുക, നമ്മളത് ഇങ്ങനെയാണെന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം നമ്മളൊരു അത്രയും ആക്ഷരികമായിട്ട് ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ എടുക്കരുത്. അതേസമയം ഈ തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചൊരു വെളിച്ചം പകരാനായിട്ട് എൻ്റെ വീഡിയോ കൊണ്ട് സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അത് അനുഭവിച്ചിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9. കത്തോലിക്ക സഭയുടെ മതവാനം 10:27 അത് കൊടുത്തിട്ടുണ്ട്. അതിനാൽ എങ്ങനെ വിശദീകരിച്ചാലും നമുക്ക് അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയില്ല. അല്ലേ? കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയം അത് അനുഭവിച്ചിട്ടില്ല, തോന്നിയിട്ടില്ല. ഞാൻ ആവർത്തിക്കുകയാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങളൊക്കെ ഒന്ന് ഗ്രഹിക്കാൻ, അതിൽ ഒരു ചെറിയൊരു ചിത്രം ഉണ്ടാകാൻ ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ഈ സ്വർഗത്തെ കല്യാണ വിരുന്ന്, സ്വർഗീയ നഗരം, കോടതി മുറി, അങ്ങനെ പലതരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യം താക്കോലുകൾ യേശു പത്രോസിന് കൈമാറിയിട്ടുണ്ട്. കെട്ടാനും അഴിക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. തുറക്കാനും അടയ്ക്കാനുള്ള അധികാരം, അതുപോലെ തന്നെ പാപം മോചിക്കാനും മോചിക്കാതിരിക്കാനുള്ള അധികാരം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഈ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? യേശുവിന്റെ ഉത്ഥാനം എവിടേക്കായിരുന്നു? യേശുവിന്റെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയായിരുന്നു? എന്താണ് ഈ ഉത്ഥാന ദിവസം സംഭവിച്ചത്? എന്താണ് 40 ദിവസം സംഭവിച്ചത്? ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ ചെറിയൊരു വെളിച്ചം ഞാൻ നൽകുകയാണ്.
എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, എല്ലാം വളരെ ആക്ഷരികമായിട്ടല്ല കാണേണ്ടത്, അതിന് സന്ദേശമാണ്. സ്വർഗം അല്ലേ, ഹെവൻ, സ്വർഗങ്ങൾ, ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്ക് ഷമായിം എന്നാണ്. ഷമായിം രണ്ട് സംഗതി, ഒന്നിൽ കൂടുതലുള്ള ഉള്ള സംഗതികൾക്കാണ് ഈ ദ്വിത്വസൂചനയുള്ള വാക്കെന്ന് പറയും. ഡുവൽ, അതായത് ഒന്നിൽ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഒരുപാടില്ല. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. ഷമായിം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, രണ്ട്, അതായത് രണ്ട് സ്വർഗങ്ങൾ എന്നുള്ള ഒരു സൂചനയാണ് ഷമായിം എന്ന ഹീബ്രു വാക്കിനുള്ളത്. ഷമായിം എന്ന ഹീബ്രു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആ വാക്കാണ് നമ്മൾ സ്വർഗങ്ങൾ എന്ന് തർജ്ജമ ചെയ്യണേ. ഗ്രീക്കില് ഉറാനോസ്, അതും ബഹുവചനത്തിൽ പലപ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഷമായിം എന്ന ഹീബ്രു വാക്കിന് സ്വർഗങ്ങൾ, അതായത് രണ്ട് സ്വർഗങ്ങൾ ഉണ്ടെന്ന സൂചനയുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു 2 കൊരിന്തോസ് 12:1-3 വാക്യങ്ങളിൽ പൗലോസ് മൂന്നാം സ്വർഗം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ശലോമോന്റെ പ്രാർത്ഥനയും പിന്നെ പൗലോസിന്റെ ഇന്നത്തെ ലേഖന ഭാഗം സ്വർഗാദി സ്വർഗം അല്ലെങ്കിൽ ദ ഹയസ്റ്റ് ഓഫ് ദ ഹെവൻസ്, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരിയായ സ്വർഗം. അപ്പൊ അവിടെയൊക്കെ ഒരു സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത് 7ാം സ്വർഗത്തെയാണെന്നുള്ള ഒരു സൂചനയുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാ, സ്വർഗങ്ങൾ 2, 3ാം സ്വർഗം, 7ാം സ്വർഗം. അപ്പോൾ ഇതൊക്കെ തിരുവചനങ്ങളാണ്. ഇതൊക്കെ ഞാൻ ബൈബിളിലെ വചനങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിലുള്ള 7 സ്വർഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത ബൈബിളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ബൈബിൾ കൃത്യമായിട്ട് 7 സ്വർഗങ്ങളെ കുറിച്ച് പറയുന്നില്ല, യഹൂദ പാരമ്പര്യം പറയുന്നുണ്ട്. ആ യഹൂദ പാരമ്പര്യം പറയുന്ന ആ ചിന്ത, ആ പാരമ്പര്യം ബൈബിളിൽ പ്രതിഫലിക്കുന്നുണ്ട്. കൃത്യമായിട്ട് 7ാം സ്വർഗം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും 2 സ്വർഗങ്ങൾ, 2 സ്വർഗങ്ങൾ, 3ാം സ്വർഗം, എല്ലാ സ്വർഗങ്ങൾക്കും ഉപരിയായ സ്വർഗം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു 7 സ്വർഗങ്ങൾ 7 തട്ട് പോലെ ഉള്ളതുപോലെ ഒരു ചിത്രം ബൈബിളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ചിത്രം. സ്വർഗം എന്ന വാക്കിന് ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്ന ആകാശത്തിനും. ഹീബ്രു പാരമ്പര്യത്തില് സ്വർഗത്തിനും ആകാശത്തിനും ഒരേ അർത്ഥം തന്നെ, ഒരേ വാക്ക് തന്നെയാണ്, ഒരേ വാക്ക് ഉപയോഗിക്കും. അപ്പോൾ സ്വർഗം എന്നതിന് ആകാശം എന്ന അർത്ഥം കിട്ടും. ആകാശങ്ങളിരിക്കുന്ന ഭാവതമ്പുരാനെ എന്നാണ് പണ്ട് നമ്മൾ സ്വർഗസ്നായ പിതാവ് ചൊല്ലിയിരുന്നത്, ആകാശങ്ങളിരിക്കുന്ന ഭാവതമ്പുരാനെ. അപ്പൊ സ്വർഗത്തിനും ആകാശത്തിനും ഒരേ വാക്ക് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സുറിയാനി പാരമ്പര്യമുള്ള കേരളത്തില് ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവതമ്പുരാനെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ വളരെ ആശ്ചര്യമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അന്തരീക്ഷമാണ് 1ാം സ്വർഗം. അന്തരീക്ഷം, പക്ഷികളുടെ ലോകം. അതിനപ്പുറത്ത് നക്ഷത്രങ്ങൾ കാണുന്ന ആകാശം ഇല്ലേ, നക്ഷത്രങ്ങളുടെ ലോകമായ ആകാശം. അപ്പൊ അന്തരീക്ഷം 1ാം സ്വർഗം, ആകാശം 2ാം സ്വർഗം. യേശു ഉത്ഥാനം ചെയ്തത് 3ാം സ്വർഗത്തിലേക്ക്, ഉത്ഥാനം ചെയ്ത ആ ദിവസം 3ാം സ്വർഗത്തിലേക്ക്. 40 ദിവസത്തേക്കുള്ള പ്രത്യക്ഷപ്പെടലുകള് ഈ 3ാം സ്വർഗത്തിൽ നിന്നാണ്. 40 ദിവസം അവൻ പ്രത്യക്ഷപ്പെട്ടു, നടപടി കണ്ടം 1, 3, 4. അതെല്ലാം 3ാം സ്വർഗത്തിൽ നിന്നാണ്. 40ാം ദിവസം, 40 ദിവസങ്ങളെ പ്രത്യക്ഷപ്പെടൽ കഴിഞ്ഞ് 40ാം ദിവസം യേശു ഒലിവുമലയുടെ കിഴക്ക് ഭാഗത്തുള്ള ബഥാനിയായിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അന്തിമമായ കൽപ്പനകളെല്ലാം കൊടുത്തു, നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് അവിടെ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അത് 40ാം ദിവസം ജെറൂസലമിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒലിവുമലയുടെ കിഴക്കുള്ള ബഥാനിയൻ സ്ഥലത്തു നിന്നാണ്. അങ്ങനെ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അവൻ പോയത് 7ാം സ്വർഗത്തിലേക്കാണ്. അതിനെയാണ് ദൈവപിതാവിന്റെ വലത്തുവശം എന്ന് പറയുന്നത്. ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അത് 40 ദിവസമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ചിത്രം നിങ്ങൾക്ക് ഏകദേശം കിട്ടുകയാണ്. അതിനുശേഷം, അതായത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായതിനു ശേഷം 40 ദിവസം സ്വർഗത്തിലേക്ക്, പിതാവിന്റെ സ്വർഗാദി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിനു ശേഷം യേശു ഒരേ ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ, അത് പൗലോസിനാണ്. അത് നടപടി ഗ്രന്ഥം 9-ാമത്തെ അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട തിരുവചനങ്ങൾക്ക് ഒന്ന് പോകാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. യോഹന്നാൻ 3:13. അവിടെ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗാദി സ്വർഗമാണ്. പിതാവായ ദൈവം എഴുന്നള്ളിയിരിക്കുന്ന പിതാവിന്റെ വലത്ത് ഭാഗം എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്വർഗീയ മുറി എന്നൊക്കെ പറയാ, ആ സ്വർഗീയ സ്ഥലം, സ്വർഗാദി സ്വർഗത്തിനെയാണ് യോഹന്നാൻ 3:13 പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ, അതായത് പിതാവിന്റെ വലത്ത് വശത്ത് നിന്നും ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗാദി സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. യോഹന്നാൻ 3:13.
അവിടെ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗാദി സ്വർഗമാണ്. അവിടേക്ക് ഒരു സൃഷ്ടിക്കും പോകാൻ കഴിയില്ല, ക്രിസ്തുവിന് മാത്രമേ പോകാൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിലേക്കൊക്കെ നമുക്ക് ഒന്നുകൂടി പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, യഹൂദ പാരമ്പര്യം ഇതിനെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള ചില വാക്കുകൾ, 7 സ്വർഗം, ആ 7 സ്വർഗത്തിലുള്ള വാക്കുകളും അതിന്റെ സൂചനയുള്ള ചില ബൈബിൾ വാക്യങ്ങളും ഞാൻ പറയാം. ഈ വാക്കുകളൊക്കെ ഹീബ്രുവിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുക്കാവത്. ഈ യഹൂദരുടെ പാരമ്പര്യങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് താൽമുദ്. ബാബിലോണിയൻ താൽമുദും പിന്നെ പാലസ്തീനി താൽമുദും ഉണ്ട്. ഈ ബാബിലോൺ താൽമുദ് തന്നെ ഒരുപാട് വോളിയൂംസ് ഉണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ വോളിയൂംസും എൻ്റെ കയ്യിലുണ്ട്. ആ വോളിയൂംസിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, 7 സ്വർഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഉപയോഗിക്കുന്ന വാക്ക് വീലോൺ എന്നാണ്. വീലോൺ. യെശയ്യായുടെ ഗ്രന്ഥം 40:22 ആ സൂചനയുണ്ട്. കേട്ടൻ, വിരി എന്നാണ് അതിന്റെ അർത്ഥം. വീലോൺ എന്ന വാക്കിന് അർത്ഥം വിരി. നമ്മൾ സീറോ മലബാർ പള്ളികളിൽ വിരി മാറ്റുന്നു, അത് 1-ാം സ്വർഗത്തിന്റെ വിരി മാറ്റുന്നത് പോലെയാണ്. 1-ാം സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് വിരി എന്നാണ്. ഈ അറാഫേൽ എന്നൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അറാഫേൽ, തിക്ക് ക്ലൗഡ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് കട്ടിയേറിയ മേഘം. നമ്മൾ വെളിപാടുകളൊക്കെ കാണുമ്പോൾ, പഴയ നിയമത്തിൽ ദൈവം വെളിപാടുകൾ വരുമ്പോൾ കട്ടിയേറിയ മേഘം, ഒരു വശം കറുത്തിരണ്ടും മറുവശം അങ്ങനെ വെട്ടിത്തിളങ്ങുന്നതും. നമ്മൾ ഫ്ലൈറ്റ് പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഈ ഒരു വശത്ത് സൂര്യപ്രകാശം അടിച്ചിട്ട് വെട്ടിത്തിളങ്ങുന്നു, മറുവശത്ത് കറുത്തിരണ്ടിരിക്കുന്നു. അപ്പൊ ദൈവം നിഗൂഢനാണ്, വെളിപ്പെടുത്തുന്നതിനുമാണ് എന്നത് ചിത്രീകരിക്കാൻ പ്രപഞ്ചത്തിലെ നല്ലൊരു അടയാളമാണ് ഈ വെട്ടിത്തിളങ്ങുന്നതും കറുത്തിരിക്കുന്നതുമായ മേഘം. അതിനുപയോഗിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്. അപ്പൊ ഈ അറാഫൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ആ വാക്ക് തന്നെ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വീലോൺ. ഹീബ്രു വാക്ക് വിരി, തിരശീല എന്നൊക്കെ അർത്ഥം. യെശയ്യാ 40:22 ചെറിയൊരു സൂചനയുണ്ട്. ഇതിനെയാണ് 1-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത്. 1-ാമത്തെ സ്വർഗം വീലോൺ. അതിന്റെ ചാർജ് ഉള്ളത് ഗബ്രിയേൽ മാലാഖയ്ക്കാണ്. മുഖ്യ മാലാഖയായ ഗബ്രിയേലിനാണ് ഈ 1-ാമത്തെ സ്വർഗത്തിന്റെ ചാർജ് ഉള്ളത്, ഉത്തരവാദിത്തമുള്ളതെന്നാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്വർഗം 1-ാം സ്വർഗമാണ് എന്നതാണ് സങ്കല്പം. അവിടെയായിരുന്നു യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആദാമും ഹവ്വയും എന്നൊക്കെ ഒരു പാരമ്പര്യം ഉണ്ട് കേട്ടോ. 2-ാം സ്വർഗത്തിന് ഹീബ്രുവിൽ പറയുന്ന പേര് രാഖിയ എന്ന് പറയുന്നത് ഉൽപ്പത്തി 1:17 ഫിയർമമെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന അതിനുപയോഗിക്കുന്ന വാക്കാണ്. ഈ 7 സ്വർഗങ്ങളിൽ 2-ാമത്തെ സ്വർഗമാണ് രാഖിയ. അവിടെയാണ് ഈ മാലാഖമാര് സമ്മേളിച്ച് നക്ഷത്രങ്ങളെയും അതുപോലെ ഗ്രഹങ്ങളെയൊക്കെ വാച്ച് ചെയ്യുന്നതും. അവരുടെ മേലുള്ള ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊന്നും ദേവീദേവന്മാരല്ലെന്നും മാലാഖമാര് അവരെ വാച്ച് ചെയ്യുകയാണെന്നൊക്കെയുള്ള ഹെബ്രായ പാരമ്പര്യമുണ്ട്. ഈ പ്രജാതിക്കാർക്ക് നക്ഷത്രങ്ങളൊക്കെ സൂര്യ ഭഗവാൻ, നക്ഷത്ര ഒരു ദൈവമാണ്. അങ്ങനെയുള്ള ചില സങ്കല്പങ്ങൾ പ്രജാതിക്കാരുടെ ഇടയിൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ ദേവീദേവന്മാരായിട്ട് കണക്കാക്കുന്നത്. ചാന്ദ്രദൈവം എന്ന് ഒക്കെ നമ്മൾ പറയല്ലോ, ഈ ഇസ്ലാമിന്റെ മാസപ്പിറവിയൊക്കെ ചാന്ദ്രദൈവവുമായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ പറയണേ. ഏതായാലും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നും ക്രിസ്ത്യാനികൾക്ക് ദേവന്മാരോ ദേവിമാരോ ഒന്നുമല്ല. മാലാഖമാര് അവരെ വാച്ച് ചെയ്യാണ്, അവർ വേണ്ട വിധത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. അതായത് ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളാണ് ഇവരൊക്കെ എന്നാണ്. അവരെ വാച്ച് ചെയ്യാൻ ദൈവം നിയമിച്ച മാലാഖമാരൊക്കെ വസിക്കുന്നത് ഈ രാഖി എന്ന് പറഞ്ഞ 2-ാം സ്വർഗത്തിലാണെന്നാണ് യഹൂദ പാരമ്പര്യം. 3-ാം സ്വർഗത്തിന്റെ പേര് ഷെഹാക്കിം എന്നാണ്. സങ്കീർത്തനം 78:23 അതിന്റെ ചെറിയ സൂചനയുണ്ട്. അതിനും മേഘങ്ങൾ എന്നാണ് അർത്ഥം. ഷെഹാക്കിം എന്ന വാക്കിന് മേഘങ്ങൾ എന്നാണ് അർത്ഥം. 3-ാം സ്വർഗം. അതിന്റെ ചാർജ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഹന്നിയേൽ എന്ന് പറയുന്ന ഒരു മുഖ്യ ദൂതനാണ്. ഹന്നിയേൽ. ഈ ചില പാരമ്പര്യം അനുസരിച്ച് ഏദൻ തോട്ടം ജീവന്റെ വൃക്ഷം അതിനകത്താണെന്നാണ് പറയുന്നത്. 3-ാം സ്വർഗത്തിലാണ് ജീവന്റെ വൃക്ഷം എന്നാണ്. ഈ മന്ന, അതായത് മാലാഖമാരുടെ ഭക്ഷണം, അത് പ്രൊഡ്യൂസ് ചെയ്തത് ഇവിടെയാണ് എന്നൊക്കെയാണ് യഹൂദ പാരമ്പര്യത്തിലുള്ളത്. 4-ാമത്തത് ചില പാരമ്പര്യം, ഞാൻ പറയുന്ന ഓർഡർ തന്നെ ആയിരിക്കണമെന്നില്ല കേട്ടോ ഈ സ്വർഗങ്ങൾക്കുള്ളത്. ഞാൻ ഒരു പാരമ്പര്യം അങ്ങ് പറയാണ്. 4-ാമത്തെ സ്വർഗത്തിന്റെ പേര് മാവോൺ. ഹീബ്രുവില് വാസസ്ഥലം എന്നാണ് ആ വാക്കിനർത്ഥം. മാവോൺ എന്ന് പറഞ്ഞാൽ വാസസ്ഥലം. നിയമാവർത്തന പുസ്തകം 26:15, സങ്കീർത്തനം 42:9 അങ്ങനത്തെ സൂചനയുണ്ട്. 4-ാം സ്വർഗം. മിഖായേൽ മാലാഖിയാണ് ഇതിന്റെ ചാർജുള്ള
ഉത്തരവാദിത്തമുള്ള മാലാഖ എന്നാണ്, മുഖ്യദൂതൻ എന്നാണ് യഹൂദ പാരമ്പര്യം. ഈ സ്വർഗീയ ജെറൂസലം, ദേവാലയം, ബലിപീഠം അതൊക്കെ ഉള്ളത് ഈ മാവോൺ എന്ന് പറയുന്ന 4ാം സ്വർഗത്തിലാണെന്നാണ് യഹൂദ പാരമ്പര്യം. ഈ സ്വർഗീയ ജെറൂസലം എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത്, അതുപോലെ ബലിപീഠം എന്ന് പറയുന്നതൊക്കെ ഈ 4ാം സ്വർഗത്തെയാണെന്നാണ് വെപ്പ്. 5ാം സ്വർഗത്തിന് പറയുന്ന പേരാണ് മാഖോൻ. മാഖോൻ ഫിക്സഡ് പ്ലേസ്, സ്ഥായിയായ സ്ഥലം എന്നാണ്, അല്ലെ, സുനിശ്ചിതമായി ഉറപ്പിക്കപ്പെട്ട സ്ഥലം എന്നാണ് ആ വാക്കിനർത്ഥം. 1 രാജാക്കന്മാർ 8:39, നിയമാവർത്തനം 28:12 അതിന്റെ സൂചനയുണ്ട്. 5ാം സ്വർഗം, 5ാം സ്വർഗമാണ് മാഖോൻ, അല്ലേ, സുനിശ്ചിതമായി ഉറപ്പിക്കപ്പെട്ട സ്ഥലം എന്ന വാക്കിനർത്ഥം. അത് സമായേൽ എന്ന് പറയുന്ന ഒരു മാലാഖിയാണ് അതിന്റെ ഭരണം നടത്തണമെന്നാണ്, ഉത്തരവാദിത്തം സമായേൽ. ചിലർ പറയും വേറൊരു ഹമ്മുവേൽ എന്ന് പറഞ്ഞൊരു മുഖ്യ ദൂതനുണ്ട്, അങ്ങോരാണ്. ഇങ്ങനെ പാരമ്പര്യങ്ങളായതുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. 6ാം സ്വർഗത്തിന്റെ പേരാണ് സെബൂല്. സെബൂല്, അബോർഡ് എന്നാണ് ആ വാക്കിനർത്ഥം. എന്താ പറയുക? അബോർഡ്, അബോർഡ് എന്നുള്ള എന്താ പറയുക? ആസ്ഥാനം, അല്ലേ, അതിന്റെ ആസ്ഥാന മന്ദിരം, അങ്ങനെ ഒരു അർത്ഥത്തിലാണ്. അതായത് ഏറ്റവും ഉന്നതമായ ആസ്ഥാന മന്ദിരം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ട ആസ്ഥാനം എന്നാണ് ആ വാക്കിനർത്ഥം. 6ാം സ്വർഗം അത് മറ്റൊരു മുഖ്യദൂതൻ, ഈ യഹൂദ പാരമ്പര്യത്തിൽ മുഖ്യദൂതന്മാരുടെ പേരാണ് ഞാൻ പറയുന്നത്. സദുക്കിയേൽ എന്ന് പറയുന്ന ഒരു മുഖ്യദൂതന്റെ നാണ് ഈ 6ാം സ്വർഗത്തിന്റെ ചാർജ് എന്നാണ്. യെശയ്യായുടെ ഗ്രന്ഥം 63:15, 1 രാജാക്കന്മാർ 8:13 അങ്ങനെ സൂചനയുണ്ട്. 7ാം സ്വർഗം അതിനെ ഉപയോഗിക്കുന്ന വാക്ക് അറാബോത്ത് എന്നാണ്. അറാബോത്ത്, എരവ്, ഇതല്ലേ ഡെസേർട്ട് എന്ന് ശരിക്കും അർത്ഥം, മരുഭൂമി. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മരുഭൂമി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പ്ലെയിൻസ്, അതായത് സമതലം എന്ന അർത്ഥത്തിലാണ്. അറാബോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് എന്നാണെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് സമതലം എന്നാണ് അതിൻ്റെ ശരിക്കർത്ഥം. 7th ഹെവൻ, അവിടെയാണ് ഈ ശ്രാവന്മാരും ക്രോവന്മാരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന സ്ഥലമെന്നാണ്. ദൈവത്തിന്റെ സിംഹാസനമുള്ള സ്ഥലം, അതാണ് 7ാം സ്വർഗം. സ്വർഗാദി സ്വർഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഈ ഏറ്റവും, അല്ലേ, പരമപരിശുദ്ധമായ സ്ഥലം എന്നൊക്കെ പറയുന്നത് ഈ 7ാം സ്വർഗമാണ്. ഏറ്റവും, അല്ലേ, പരമമായ പരിശുദ്ധിയുള്ള സ്ഥലം. ഞാൻ ആവർത്തിക്കുന്നു, ദൈവമായ കർത്താവിൻ്റെ സിംഹാസനമുള്ള പരിശുദ്ധാത്മാവിരിക്കുന്ന പുത്രൻ തമ്പുരാനിരിക്കുന്ന ആ സ്ഥലം. അപ്പോൾ 3ാം സ്വർഗത്തിൽ നിന്നും 7ാം സ്വർഗം വരെ ഉള്ള ഇതൊക്കെ ഒരു ദൂരമൊന്നും കണക്കാക്കരുത്. ഞാൻ പറഞ്ഞതിൽ ഒരു ചിത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ 7 മുഖ്യദൂതന്മാരും ദൈവത്തിന് മുമ്പിൽ വന്ന് ഈ സിംഹാസനത്തിന് മുമ്പിൽ ആരാധിക്കുന്നതൊക്കെ ഇവിടെയാണ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഞാൻ നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിക്കരുത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഒരു ചിത്രമായിട്ട് അവതരിപ്പിക്കാമെന്നല്ലാതെ ഇത് കൃത്യമായിട്ട് ആക്ഷരികമായിട്ട് എടുക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അത് പിന്നെ ആവർത്തിക്കുകയാണ്. ബൈബിളോ സഭയോ ഈ 7 സ്വർഗങ്ങളെക്കുറിച്ച് ആക്ഷരികമായി പഠിപ്പിക്കുന്നില്ല. വിശുദ്ധരുടെ ആത്മാവുകൾ സ്വർഗത്തിൽ സിംഹാസനത്തിൽ താഴെ ഇരിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ 8:1 മുതൽ കാണുന്നുണ്ട്. ആ സിംഹാസനം സ്വർഗാദി സ്വർഗത്തിലാണോ അതോ 3ാം സ്വർഗത്തിലാണോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞ, ആക്ഷരികമായിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ സ്വർഗത്തിന്റെ ഈ ഘടന എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 1ാം സ്വർഗത്തിൽ ഇരുന്നാൽ 7ാം സ്വർഗം വരെ കാണാം, പക്ഷെ പ്രവചിക്കാൻ പറ്റില്ല. അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഘടനയാകാലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് വളരെ ആക്ഷരികമായിട്ട് എടുക്കരുത്. എങ്കിലും ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്, കാരണം ബൈബിളിൽ അത് പ്രതിഫലിക്കുന്നത് കൊണ്ട് ഈ ചിത്രം കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ ഓർക്കുക, എല്ലാവരും സ്വർഗത്തിൽ അല്ല, എല്ലാവർക്കും ഒരേ അനുഭവം അല്ല ഉള്ളത്. ഓരോരുത്തരും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്നതാണ്. കർത്താവ് ശിഷ്യന്മാരിൽ യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു മുറി ഒരുക്കാൻ പോകുന്നു, ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങൾക്കുള്ള മുറി ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ എല്ലാവർക്കും ഒരേ അനുഭവമല്ല സ്വർഗത്തില്, പലർക്കും പല അനുഭവമാണ്. അതേസമയം ആനന്ദത്തിൻ്റെതാണ്. അവന് കൂടുതൽ കിട്ടി കുറവ് കിട്ടി എന്നുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാകില്ല. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വചനങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ, എന്നിട്ട് ഞാൻ സ്വർഗം എന്തെന്ന് ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, യേശു ഉത്ഥാനം ചെയ്തത് 3ാം സ്വർഗത്തിലേക്കാണ്. അതിന് പറുദീസ എന്നും വിളിക്കും. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞത് 3ാം സ്വർഗത്തിലേക്ക് ആണ് കർത്താവ് പോയത്.
ഞാനിത് ഈ ഈ യേശു മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുള്ള ക്രമം, സമയക്രമം നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. യേശു എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, ആർക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് പലരും പറഞ്ഞ വൈരുദ്ധ്യം ഉണ്ടെന്നാണ്. വൈരുദ്ധ്യമൊന്നുമില്ല എന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ വ്യക്തമാക്കാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയും നാളത്തെ വീഡിയോയും കണ്ടാലും കുറച്ചുകൂടി കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടാകും മനസ്സിലാക്കാനായിട്ട്. യേശു ഉത്ഥാനം ചെയ്തത് 3-ാം സ്വർഗത്തിലേക്കാണ്. അവിടെ നിന്നാണ് പ്രത്യക്ഷപ്പെടലുകളൊക്കെ. ആ 3-ാം സ്വർഗത്തിന് മറ്റൊരു പേരാണ് പറുദീസ. 40 ദിവസത്തേക്ക് അവൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് 3-ാം സ്വർഗത്തിൽ നിന്ന് വന്ന് അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു എന്നാണ്. ഉപ്പ് ഭക്ഷിച്ചാൽ ഒരു പെർമനന്റ് സ്ഥായിയായിട്ടുള്ള ഉടമ്പടിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വിശുദ്ധ കുർബാന അർപ്പിച്ചു എന്നർത്ഥം. എമ്മാവൂസിൽ ചെയ്ത കാര്യം ഈ 40 ദിവസത്തേക്ക് കർത്താവ് ചെയ്തുകൊണ്ടിരുന്നു. ശിഷ്യന്മാർക്ക് 40 ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ടെന്നാണ്. 40 ദിവസം പ്രത്യക്ഷപ്പെട്ടോ, 40 ദിവസത്തിലെ ചില ദിവസങ്ങളാണോ അറിഞ്ഞുകൂടാ, 40 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് അവൻ യെറൂസലേമില് ഒലിവുമലയുടെ കിഴക്കുള്ള ബഥാനിയായിൽ നിന്നും സ്വർഗാതി സ്വർഗത്തിലേക്ക്, അതായത് 7-ാം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിതാവിന്റെ വലത്ത് വശത്ത് ഉപവിഷ്ടനായി. അതിനുശേഷം ഒരേ ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ, അത് പൗലോസിനാണ്. അത് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത്രയും മനസ്സിലാക്കാൻ, അതുകൊണ്ടാണ് ഈ മഗ്ദല മറിയത്തോട് യേശു പറയുന്നത്, നീ എന്നെ തടഞ്ഞു നിർത്തരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുത്തേക്ക് കയറിയിട്ടില്ല. അതായത് 7-ാം സ്വർഗത്തിലേക്ക്, സ്വർഗാതി സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. ഞാൻ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 40 ദിവസമേ അത് പൂർത്തിയാകും. അപ്പൊ അതുവരെ ഈ കാര്യം നീ ചെന്ന് പത്രോസിനോടും ശിഷ്യന്മാരോടും പറയാം. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഈ തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ ചിത്രം സഹായിക്കും. ഇനി ഇതിന്റെ ഇങ്ങനെ നുള്ളിപ്പൊളിച്ച് അയ്യോ അപ്പൊ അതങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കരുത്. ഇത് ഞാനൊരു തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ ഈ യഹൂദ പാരമ്പര്യവും ബൈബിളിലെ ഈ ചിത്രവും സഹായിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവമായിട്ട് പരിപൂർണ ഐക്യതയിൽ മരിക്കുന്ന വിശുദ്ധര് അല്ലേ, അങ്ങനെ മരിച്ചാലും നേരെ സ്വർഗാതി സ്വർഗത്തിലേക്ക് പോകുകയല്ല, പിതാവിന്റെ ആ സിംഹാസന മുറിയിലേക്കല്ല പോകുന്നത്, മറിച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തെങ്കിലേക്കാണ് പോകുന്നത്, 3-ാം സ്വർഗത്തിലേക്ക്. 2 കൊരിന്ത്യർ 5:10 അങ്ങനെ സൂചനയുണ്ട്. നമുക്ക് വേണ്ടി ക്രിസ്തുവാണ് പിതാവിന് മുമ്പിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രമം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആത്മാവിന് സ്വയമേവ സ്വാഭാവിക അമരത്വമുണ്ടെന്നാണ് ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരും അങ്ങനെ വിചാരിക്കുന്നേ. ആത്മാവ് അതിൽ തന്നെ മരിക്കില്ല, അത്രേ, അമരത്വമുണ്ട്. ക്രൈസ്തവ വിശ്വാസം അതല്ല. ക്രൈസ്തവ വിശ്വാസം അതല്ല. നമ്മൾ ഹിന്ദുക്കൾ സഹോദരന്മാരെ കൂടെ താമസിക്കുന്നത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അത് ഗ്രീക്കുകാരങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പൊ ഇങ്ങനൊരു അന്തരീക്ഷത്തിലുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസം അവരുടെ വിശ്വാസം ഒന്ന് തന്നെയാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്, ആത്മാവ് സ്വയമേവ അമരത്വമുള്ളതാണ്, ആത്മാവിന് മരണമില്ല എന്ന് ഹിന്ദുക്കൾ വിചാരിക്കുന്നുണ്ട്, ഗ്രീക്കുകാരും വിചാരിച്ചിരുന്നു. ക്രൈസ്തവ വിശ്വാസം അങ്ങനെയല്ല. അങ്ങനെ ആത്മാവിന് അമരത്വം, സ്വാഭാവിക അമരത്വം ഉണ്ടെങ്കിൽ ദൈവം മനുഷ്യനാവുകയോ മരിക്കുകയോ ഉത്ഥാനം ചെയ്ത് ഈ പുതിയ ജനത്തിൽ ജീവൻ ഉദ്ഘാടനം ചെയ്യുമൊന്നും വേണ്ടല്ലോ. മരിച്ചാൽ ആത്മാവ് മരിക്കില്ലെങ്കിൽ, നമ്മൾ ശരീരം മരിച്ചാലും ആത്മാവ് മരിക്കില്ലെങ്കിൽ ആത്മാവിന് സ്വയമേവ സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പിന്നെ യേശുവിന്റെ മരണവും ഉത്ഥാനം ഒന്നും ആവശ്യമില്ല. അതിനാൽ നമ്മൾ ഉത്ഥാനം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വാഭാവിക അമരത്വമല്ല. ക്രിസ്ത്യാനികള് തിരുവുത്ഥാനം, നമ്മൾ മരിച്ചവരുടെ ഉയർപ്പെന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വാഭാവിക അമരത്വമല്ല, മറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്ക് ഡയലോജിക്കൽ എന്നാണ്. ഡയലോഗ് എന്ന് വെച്ചാൽ 2 പേര്, ഉഭയകക്ഷിത്വം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഉഭയകക്ഷി വെച്ചാൽ 2 കക്ഷികൾ, ദൈവവും ഞാനും. എന്നെ ദൈവം അറിയുകയും എനിക്ക് വേണ്ടി അവനിൽ ഒരു ഇടം സജ്ജമാക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് എനിക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുക. ആത്മാവ് സ്വാഭാവികമായി അമരത്വമുള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുകയല്ല. ദൈവം എന്നെ അറിയുകയും ഞാൻ ദൈവത്തെ അറിയുകയും അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി അവനിൽ ഒരു ഇടം സജ്ജമാക്കുകയും ചെയ്യുക, അതാണ് സ്വർഗം. ഉഭയകക്ഷിത്വമാണ് സ്വർഗം. ദൈവം ഞാൻ, അല്ലാതെ എൻ്റെ ആത്മാവ് സ്വാഭാവികമായിട്ട് അമരത്വമുള്ളത് കൊണ്ട്, മരിക്കാത്തത് കൊണ്ട് സ്വയം അങ്ങ് സ്വർഗത്തിലേക്ക് പോകുകയല്ല.
അതല്ല ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗം. ഇതൊന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. ദൈവം സൃഷ്ടിച്ച ആത്മാവ്, നമ്മുടെ മാതാപിതാക്കളല്ല നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ആത്മാവ്, ആ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കാൻ നമ്മുടെ അപ്പനോടും അമ്മയോടും പറയാണ്. അങ്ങനെ നമ്മുടെ അപ്പനും അമ്മയും ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് ശരീരം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആത്മാവ് തന്നെ ആളായിട്ട് മാറുകയാണ്. ബൈബിളിൽ നമുക്ക് മലയാളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബൈബിളിൽ ആത്മാവ് എന്ന് പറയുന്നതിന് സീഖെ, പ്രാണൻ എന്ന് പറയുന്ന വാക്ക് അല്ലേ, അതിനുപയോഗിക്കുന്ന വാക്ക് ആത്മാവ്. നമുക്ക് ആത്മാവ്, ഈ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുന്ന വാക്ക് പ്നൗമ എന്നാണ് ഗ്രീക്കില്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പരിശുദ്ധ ആത്മാവ്. അപ്പൊ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം, നമുക്ക് നമ്മുടെ ആത്മാവിനും പരിശുദ്ധാത്മാവിനും യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ ആത്മാവിനും ഒക്കെ ഒറ്റ വാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. അതുകൊണ്ട് ആ ആത്മാവ് ഏതാണ്, ഈ ആത്മാവ് ഏതാണെന്ന് നമുക്ക് ചോദിക്കുന്നതിന് കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീക്കും ഹീബ്രും സുറിയാനൊക്കെ പഠിക്കണമെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ആത്മാവ് സീഖെ, ദൈവം സൃഷ്ടിച്ച ആത്മാവ്, അത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് സൃഷ്ടിയല്ലോ. നമ്മുടെ ആത്മാവ്, ദൈവം സൃഷ്ടിച്ച നമ്മുടെ ആത്മാവിന് ശരീരം കൊടുത്തത് നമ്മുടെ അപ്പനും അമ്മയാണ്. അങ്ങനെ ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് അപ്പനും അമ്മയും ശരീരം കൊടുക്കുമ്പോൾ ഈ ആത്മാവും ശരീരവും ഒന്നായി തീർന്ന് ആളായിട്ട് മാറുകയാണ്. അപ്പൊ ബൈബിളിൽ ആത്മാവ് എന്ന് പറയുന്നത് ആള് എന്നാണ് അർത്ഥം. ആള്. ശരീരം എന്ന് പറഞ്ഞാലും ആള് എന്നാണ് അർത്ഥം. ശരീരത്തിന്റെ ഉയർപ്പിലും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. ആളുടെ ഉയർപ്പിൽ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് പറയുന്നത്. അല്ലാതെ അമരത്വമുള്ള ആത്മാവിന് വേണ്ടി, ശരീരം നശിച്ചു പോയെന്നും ആത്മാവിന് അമരത്വം ഉണ്ടെന്നും ആ ആത്മാവിനോട് പ്രാർത്ഥിക്കാമെന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നാണ് അർത്ഥം. ശരീരത്തിന് ഉയർപ്പിൽ വിശ്വസിക്കുന്ന പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ എന്ന് വിശ്വസിക്കുന്നതാണ്. ചുരുക്കത്തിൽ ആത്മാവും ശരീരം എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളല്ല നമ്മിലുള്ളത്. ആത്മാവും ശരീരം ചേർന്ന ഒറ്റ മനുഷ്യനാണ്, ഒറ്റ ആള്. അപ്പൊ ശരീരം എന്ന് പറഞ്ഞാലും ആത്മാവ് എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒറ്റ വാക്കാണ്, ഒറ്റ അർത്ഥമാണ്, ആള്. ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ആത്മാവിന് സ്വയമേവ അമരത്വം എന്നല്ല. അപ്പോൾ സ്വർഗം, നമ്മൾ ആളുടെ ഉയർപ്പ്, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആൾ എന്ന് പറഞ്ഞാൽ ആള്, ഈ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ആത്മാവും ശരീരത്തോട് ഒന്നിക്കുമ്പോൾ ആളായി മാറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ആളത്വം മരിക്കുമ്പോൾ വേർപ്പ് പോകുന്നില്ല. ശരീരം വേർപ്പെടുന്നുണ്ടെങ്കിലും ആത്മാവായിട്ടല്ല നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്, ആളായിട്ടാണ്. ഈ ആൾക്ക് തേജസാർന്ന ശരീരം ലഭിക്കുന്നത് അന്ത്യനാളിലാണ്. അവസാന ദിവസം ഞാൻ ഉയർപ്പിക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഈ ആളത്വത്തിലേക്ക്, ആത്മാവെന്ന ആളത്വത്തിലേക്ക് നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടും. അപ്പോൾ ഞാനിതിനൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എല്ലാ വീഡിയോയും കേൾക്കാത്തത് കൊണ്ട് ചില ചോദ്യങ്ങളുമായിട്ട് വരികയാണ്. എങ്ങനെ ഉയർപ്പിക്കാൻ പറ്റും? ഈ ക്രമേഷൻ, കത്തിച്ചു കളഞ്ഞത്, ചാരമായത്, മണ്ണോട് മണ്ണായത്, ഇതിനൊക്കെ ഞാൻ സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞ ഉദാഹരണ സഹിതം ഇതെങ്ങനെ സാധിക്കുമെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ യുക്തിബദ്ധമായിട്ട് ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഉത്തരമടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് കാണുക. അപ്പോൾ നമ്മൾ ആളത്വമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ആളത്വത്തിന് ദൈവത്തിൽ ഒരു ഇടം, നമ്മുടെ ആളത്വം ദൈവമായിട്ട് ഐക്യത പ്രാപിക്കുന്നു. അതാണ് സ്വർഗം. ദൈവത്തിൽ ഒരിടം. ആ ദൈവത്തിൽ ഇടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1-ാം സ്വർഗം, 3-ാം സ്വർഗം, 7-ാം സ്വർഗം എന്നൊക്കെ പറയുന്നത്. ദൈവം എന്ന മഹാരഹസ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അത് അവതരിപ്പിക്കാൻ ഉള്ള വാക്കുകളാണിത്, ചിത്രങ്ങളാണിത്. പക്ഷേ അതിൽ യാഥാർത്ഥ്യം ഉണ്ട് താനും. കത്തോലിക്ക സഭയുടെ മതബോധനം 10:24 വായിക്കാം. സ്വർഗം എന്നതിന്റെ സത്താപരമായ അർത്ഥം ഇതാണ്: ദൈവമുള്ള ഐക്യത, അഥവാ ദൈവത്തിൽ നമുക്കൊരിടം. പരിശുദ്ധ തൃത്വത്തോടൊപ്പം എല്ലാം തികഞ്ഞ ജീവിതം, അതാണ് സ്വർഗം. മനുഷ്യന്റെ ആത്യന്തിക അവസാനം അതാണ്. ഏറ്റവും ആഴമേറിയ ദാഹം അതാണ്. പരമമായ ആനന്ദം, സുനിശ്ചിതമായ ആനന്ദം, ഇതൊക്കെയാണ് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ. തീർന്നില്ല. ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട എല്ലാവരുമായിട്ടുള്ള ഒരു അനുഗ്രഹീത ഐക്യതയുണ്ട്. ദൈവമായിട്ടുള്ള ഐക്യത മാത്രമല്ല, ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട മാമോദീസ, സൈറലേപനം, വിശുദ്ധ കുർബാന, അതിലൂടെയും സൽപ്രവൃത്തികളിലൂടെയും യേശു ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെട്ട എല്ലാവരുമായിട്ടുള്ള ഐക്യത, അതും ഈ സ്വർഗത്തിന്റെ ഭാഗമാണ്.
കത്തോലിക്ക സഭയുടെ മതബോധനം 10:26. തീർന്നില്ല, അടുത്തൊരു കാര്യം കൂടി. ദൈവത്തിന്റെ ആന്തരിക രഹസ്യം, അതായത് അതുവരെ അദൃശ്യമായിരുന്ന അഗ്രാഹ്യമായിരുന്ന രഹസ്യം കാണാനുള്ള ഭാഗ്യം നൽകപ്പെടുകയാണ്. സ്വർഗത്തിൽ എത്താന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് ദൈവത്തിന്റെ രഹസ്യം കാണാൻ കഴിയാണ്. എന്താ പറയുക, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാണ്. അതുവരെ അദൃശ്യമായിരുന്ന ദൈവത്തിന്റെ രഹസ്യം, ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബയാറ്റിക് വിഷൻ എന്നൊക്കെ അതിനെ വിളിക്കുന്നത്. ഇത് ദൈവം സ്വയം തുറന്നു തന്നാലല്ലേ ദൈവത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആത്മാവിന്റെ സ്വയമേവയുള്ള അമരത്വമല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവം അവന്റെ രഹസ്യം തുറന്നു തന്ന് നമ്മെ അതിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നമ്മുടെ ആത്മാവ് സ്വയമേവ അമരത്വം ഉള്ളത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്, ദൈവം തുറന്നു തരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഡയലോജിക്കൽ ഉഭയകക്ഷിത്വം എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ ഈ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത്, നിത്യജീവനെ വിശേഷിപ്പിക്കുന്നത്. ദൈവം തന്നെ തുറന്ന് നൽകുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 10:28. അതേസമയം നാം നമ്മുടെ തനിമ നിലനിർത്തുന്നു, നമ്മുടെ സ്വത്വം. നമ്മളിങ്ങനെ ഒരു കടലിൽ വെള്ളത്തുള്ളി പോലെ ഇങ്ങനെ ലയിച്ചു പോവുകയല്ല, നമ്മളായിരിക്കും. അതെങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് വിശദാംശങ്ങൾക്ക് അറിയില്ല. ഞാൻ മരിക്കുന്നത് 60 വയസ്സിൽ മരിക്കുകയാണെങ്കിൽ 60 വയസ്സുള്ള ശരീരമായിരിക്കുമോ, 60 വയസ്സായിരിക്കുമോ, 15 വയസ്സായിരിക്കുമോ, 10 വയസ്സായിരിക്കും, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ തുടർച്ചയല്ല അത്, നമുക്ക് രൂപാന്തരം വരികയാണ്. അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പരിമിതികളുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടില്ല. ആ ജീവിതം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്, വളരെ സുനിശ്ചിതമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നാം തീർത്തും അജ്ഞാതരായി മാറുന്നില്ല. നമ്മുടെ സ്വത്വം, നമ്മുടെ തനിമ, നമ്മുടെ അതുല്യത അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആ ആളത്വമാണ് അവിടെ പ്രവേശിക്കുന്നത്. ആളത്വം. കത്തോലിക്ക സഭയുടെ മതബോധനം 10:25. ഒരു കാര്യം കൂടി ഓർക്കുക, ക്രിസ്തു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? അവന്റെ മനുഷ്യത്വം കബറിടത്തിൽ ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ, ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. സ്വർഗത്തിലേക്ക് പോയപ്പോഴും അവൻ തേജസ്സാർന്ന ശരീരത്തോടു കൂടി പോയത്. ആ 5 മുറിവുകളും ആ ശരീരത്തിൽ അവശേഷിപ്പിച്ചു. അപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് മനുഷ്യത്വം കൊണ്ടുപോയി, അവന്റെ മനുഷ്യത്വം. അതോടുകൂടി നമ്മുടെ മനുഷ്യത്വത്തിന് സ്വർഗത്തിൽ ഒരു ഇടം തരികയാണ്. സ്വർഗത്തിൽ തീർച്ചയായിട്ടും പൗലോസ് പറഞ്ഞിട്ടുണ്ട്, മാംസത്തിനും രക്തത്തിനും സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ കഴിയില്ല. അത് ഭൗതികമായ മാംസം. അതേസമയം ശരീരത്തോടു കൂടിയാണ് ഉയർക്കുക എന്ന കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാംസത്തിനും രക്തത്തിനും, അതായത് ഭൗതിക പദാർത്ഥത്തിന് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഭൗതിക പദാർത്ഥമായ ശരീരം രൂപാന്തരപ്പെട്ട് തേജസ്സാർന്ന ശരീരമാകും. തേജസ്സാർന്ന ശരീരം അത് വെറുതെ അരൂപിയല്ല, പ്രേതമല്ല, അല്ലെങ്കിൽ ഭൂതമല്ല, മറിച്ച് ശരീരം തന്നെയാണ്, തേജസ്സാർന്ന ശരീരം. അതേക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഉത്തിത ശരീരം എങ്ങനെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ചുരുക്കത്തിൽ നമ്മുടെ മനുഷ്യത്വത്തോടു കൂടിയാണ് യേശു മനുഷ്യത്വത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നതോടു കൂടിയാണ് പോകുന്നത്. അതിനെയാണ് ഞാൻ ആളത്വം എന്ന് പറഞ്ഞത്. ആത്മാവ് മാത്രമല്ല, ആളത്വമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് ശരീരമായി യോജിപ്പിക്കുമ്പോൾ തന്നെ ഈ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് സ്വഭാവ വ്യത്യാസം വരികയാണ്. അത് ആളത്വമായിട്ട് മാറുകയാണ്. ഈ ആളത്വമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ ആളത്വത്തിന് തേജസ്സാർന്ന ശരീരം കൊടുക്കുന്നത് അന്ത്യനാളിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം, 7-ാം സ്വർഗം എന്നൊക്കെ പറയുന്നത്? അതിനകത്ത് ദൈവത്തിലായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. അത് നമുക്ക് കൃത്യമായിട്ട് നിർണയിക്കാനോ വിവരിക്കാനോ നിർവചിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ അതേസമയം ഈ വക കാര്യങ്ങളെല്ലാം സത്യമാണ്. അത് എല്ലാവർക്കും ഒരേ അനുഭവമല്ല സ്വർഗത്തിലുള്ളത്. മാത്രമല്ല, യേശു 3-ാം സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്തു, സ്വർഗാദി സ്വർഗത്തിലേക്ക് പോയത് സ്വർഗാരോഹണത്തിന്റെ ദിവസത്തിലാണ്. ഇതൊക്കെ ബൈബിളിലുള്ള സംഗതിയാണ്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വചനങ്ങൾക്കും ഒരു വൈരുദ്ധ്യമില്ലെന്ന് മാത്രമല്ല, എല്ലാം പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അതിനാൽ ഈ യഹൂദ പാരമ്പര്യം അപ്പാടെ നമ്മൾ വിഴുങ്ങേണ്ട കാര്യമില്ലെങ്കിലും അത് അറിഞ്ഞിരിക്കുന്നതും തിരുവചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും കുറെ കൂടെ എളുപ്പമുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉപസംഹാരമായിട്ട്, നിങ്ങൾ ശരീരം പരിശുദ്ധാത്മയുടെ ആലയമാണ്, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. ശരീരം ആത്മാവ് എന്നല്ല പറഞ്ഞത്, ശരീരം എന്ന് വെച്ചാൽ നിന്റെ ആളത്വമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയം. അത് മരിക്കുമ്പോൾ നശിച്ചു പോകുന്നില്ല. നമ്മൾ
തീർച്ചയായിട്ടും ഇവിടെ ഈ ഭൗതിക പദാർത്ഥം അഴിയും, അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതുണ്ടാവും. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ മണ്ണിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ ശരീരത്തെ വേർപ്പെടുത്തി അതിന് തേജസ് ഉള്ള ശരീരമാക്കി നമ്മുടെ ആളത്വവുമായിട്ട് യോജിപ്പിക്കാൻ അവന് കഴിയില്ലേ? എത്രയോ സിമ്പിൾ ലോജിക്കാണിത്. അതിനാൽ ഈ ശരീരമാണ്, ശരീരത്തോടു കൂടിയാണ് നമ്മൾ ഉയർക്കപ്പെടുക. ശരീരം എന്ന് വെച്ചാൽ ആളത്വമാണ് ഉദ്ദേശിക്കുന്നത് പ്രഥമമായിട്ട്. തീർച്ചയായിട്ടും തേജസ്സാർന്ന ശരീരമുണ്ട്, അത് അന്ത്യവിധിയിൽ. അങ്ങനെ ഈ ആളത്വം തന്നെയാണ് ദൈവത്തിൽ ഇടം കണ്ടെത്തുകയെങ്കിൽ നമ്മുടെ ഈ ആളത്വം എത്രമാത്രം കർത്താവിന് ഒട്ടിച്ചേർന്നിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൗതാശികമായിട്ടാണെങ്കിൽ ഇല്ലേ, കൗതാശികമായിട്ട് മാമോദീസ, തൈലലേപനം, കുർബാന, അങ്ങനെയുള്ള കൂതാശകൾ. പക്ഷെ ആ കൂതാശകളൊക്കെ അനുദിന ജീവിതത്തിലേക്ക് തന്നെ നിൽക്കണമല്ലോ. അതിപ്പോൾ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളും കർത്താവ് ഒന്നാകുന്നു. നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കർത്താവിനും കൊണ്ടാണ് പോകുന്നത്, കർത്താവായിട്ടാണ് പോണേ. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിനിൽ ജീവിക്കുന്നെന്ന് കത്തോലിക്കർക്ക് എത്രയോ ഭംഗിയായിട്ട് പറയാൻ പറ്റും, കത്തോലിക്കർക്ക് പറയാൻ പറ്റൂ. കാരണം അത്രമാത്രം മൂർത്തമായിട്ട് നമ്മൾ പോകുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്, ലോകത്ത് എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല ദേവാലയത്തിൽ ദൈവമുള്ളത്. എല്ലാ മനുഷ്യരിലും ദൈവമുണ്ട് എന്ന് പറയുന്ന പോലെ അല്ല മാമോദിസ സ്വീകരിച്ച ക്രിസ്ത്യാനികളിൽ ദൈവമുള്ളത്. ക്രിസ്ത്യാനികളിൽ ദൈവം മൂർത്തമായ രീതിയിലാണ്. അതാണ് നമ്മൾ കുർബാനയിൽ കാണുന്നതും. അപ്പൊ ദൈവം എല്ലായിടത്തും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഈ ബൈബിൾ അറിയാത്തവരും ക്രിസ്ത്യാനികൾ ആരാന്ന് അറിയാത്തവരുമാണ്. ക്രിസ്ത്യാനികളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം മറ്റ് മനുഷ്യരിൽ ഉള്ളതുപോലെയല്ല, മൂർത്തമായ തരത്തിലാണ്. എല്ലായിടത്തും ദൈവം ഉള്ളത് പോലെയല്ല നമ്മുടെ പള്ളിയിൽ ദൈവമുള്ളത്. ഈ മനുഷ്യാവതാരത്തിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. പുറത്തേക്ക് എല്ലാം ഒരുപോലെ തോന്നിച്ചാലും അങ്ങനെയല്ല യാഥാർത്ഥ്യങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിയുക. എന്നിൽ ഉള്ള ദൈവ സാന്നിധ്യം മറ്റ് മതസ്ഥരിൽ ഉള്ളത് പോലെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേര് നമ്മൾ സ്നേഹിച്ചാൽ കല്യാണം കഴിക്കാം, വിശ്വാസം ഉപേക്ഷിച്ച് തെറ്റില്ല എന്നൊക്കെ പറയുന്നത് വിശ്വാസം എന്തെന്നോ, കർത്താവ് എന്തെന്നോ, ദൈവം എന്തെന്നോ, പരിശുദ്ധാത്മന ആലയം എന്തെന്നോ, നമ്മിൽ സംഭവിച്ച കൗതാശികമായ മാറ്റം എന്തെന്നോ അറിയാത്തവരാണ്. അവരിലൂടെ ഈ അവരൊക്കെ ചെയ്യുന്ന തിന്മയിലൂടെയും ദൈവം നന്മ വരുത്തുമായിരിക്കാം. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. എങ്കിലും നമ്മളും വളരെ വളരെ മനസ്സിരുത്തി കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ഒക്കെ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ ഈ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതുണ്ട്. ഈ വിശുദ്ധിയെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഈ ഉയർപ്പ് കാലത്ത് നമുക്ക് വളരെ ഊർജിതമായ ശ്രമങ്ങൾ നടത്താനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് കൂടെ ഉണ്ടാകട്ടെ.